ഹലോ എവ്രി വൺ. പേരൻ്റ് ആവുക എന്നുള്ളത് എളുപ്പമുള്ള ഒരു കാര്യമാണോ? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? എന്നാൽ ഞാൻ പറയാം, പേരൻ്റ് ആവുക എന്നുള്ളത് എളുപ്പമുള്ള ഒരു കാര്യമല്ല. കുറേ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഓരോ കുട്ടിയോടും പാരൻസിന് കുറേ ചുമതലകളുണ്ട്. ഇന്നത്തെ കാലത്തിൻ്റെ പ്രത്യേകത എന്താണ്? പാരൻസ്, അതായത് അച്ഛനും അമ്മയും രണ്ടുപേരും ജോലി ചെയ്യുന്നവരാണല്ലേ. ജീവിതത്തിൽ ഒരുപാട് ഓട്ടപ്പാച്ചിലുകൾ നടത്തുന്നവരാണ്. അതിനിടയിൽ കുട്ടികൾക്ക് വേണ്ടി കുറച്ച് സമയം കണ്ടെത്തുന്നുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരുപാട് പാരൻസ് സങ്കടപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ കുട്ടികൾ അവർ പറയുന്നത് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്. വല്ലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടായിരിക്കാം ഇത്? നമുക്ക് എല്ലാവർക്കും അറിയാം, ടീനേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നതൊന്നും കുട്ടികളെ ആക്സെപ്റ്റ് ചെയ്യാതിരിക്കാനുള്ള ഒരു പ്രായമാണ്. ആ പ്രായം കൊണ്ട് തന്നെ അവരത് ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. പക്ഷെ നമുക്കത് കുറച്ചൊക്കെ ഒന്ന് മുൻകരുതലെടുത്ത് മാറ്റിയെടുക്കാം. അതിന് നമ്മൾ ചെറുപ്പം മുതൽ തന്നെ കുട്ടികളെ ശീലിപ്പിക്കണം. 5 വയസ്സ് വരെ നമ്മൾ വിചാരിക്കും ചെറിയ കുട്ടിയാണ്, കുഴപ്പമില്ലല്ലോ, അതങ്ങനെ പോട്ടെ. ഒരു 7 വയസ്സായാൽ പറഞ്ഞ് പഠിപ്പിക്കാം. എന്തെങ്കിലും ഒരു തെറ്റ് കാണുകയാണെങ്കിൽ ഓക്കെ, ഒരു 7 വയസ്സായാൽ പറഞ്ഞ് പഠിപ്പിക്കാം. അതല്ലെങ്കിൽ പോട്ടെ, ഒരു 10 വയസ്സായാൽ പറഞ്ഞ് പഠിപ്പിക്കാം. ഇങ്ങനെ ഒരു ചിന്താഗതി ഉള്ളവരാണ് നമ്മളല്ലേ. അപ്പോൾ അത് തികച്ചും തെറ്റാണ്. 5 വയസ്സ് വരെയുള്ള കുട്ടികൾ നമ്മുടെ ലോകം ഒബ്സേർവ് ചെയ്യുകയാണ്. അവർ നിരീക്ഷിക്കുകയാണ് ഓരോ ആൾക്കാരെയും, അവരുടെ ചുറ്റുപാടുള്ള ആൾക്കാരെയും, അതേപോലെ അവരുടെ ചുറ്റുപാട് സംഭവിക്കുന്നതിനെയും അവർ നിരീക്ഷിക്കുകയാണ്. ചെറിയ കുട്ടികൾക്ക് എവിടെ നിന്നാണ് അറിവ് കിട്ടുന്നത്? അവരുടെ ചുറ്റുപാടിൽ നിന്ന് തന്നെ. അവരുടെ അച്ഛനും അമ്മയും എങ്ങനെയാണ് പരസ്പരം ബഹുമാനിക്കുന്നത്, മറ്റുള്ളവരെങ്ങനെയാണ് അവരെ സ്നേഹിക്കുന്നത്, മറ്റുള്ളവരോട് സംസാരിക്കുന്ന രീതികൾ ഏതൊക്കെയാണ്, ഇതൊക്കെയാണ് കുട്ടികൾ നിരീക്ഷിക്കുന്നത്. അതിലൂടെ അവർക്ക് അറിവുകളും കിട്ടുന്നുണ്ട്. വളരെ നിസ്സാരമായി കാണേണ്ട ഒന്നല്ല ഇത്. ജനിച്ചു വീഴുന്ന കുട്ടിക്ക് ഒരിക്കലും ഒരു അറിവുണ്ടാവുന്നില്ല, ചുറ്റുപാടിൽ നിന്നാണ് അവർക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും കുട്ടികൾക്ക് നല്ലൊരു ചുറ്റുപാട് ഉണ്ടാക്കി കൊടുക്കുക. ആസ് എ പാരന്റ് ഓരോരുത്തരുടെയും പ്രഥമ കടമ ഇതാണ്. പേരൻസ് ആണ് വീട്ടിലെ മുതിർന്നവർ. അതുകൊണ്ട് തന്നെ കുട്ടികളിൽ ആധിപത്യം സ്ഥാപിക്കാൻ ഒരിക്കലും ശ്രമിക്കരുത്. ഒരു കുട്ടി 65% മാർക്കോട് കൂടി വീട്ടിലേക്ക് കടന്നു വരികയാണ്. ഒരു പാരന്റ് എന്ത് പറയണമെന്ന് വിചാരിച്ചാൽ, ആ 65% മാർക്ക് കണ്ടാൽ, ഓ നിനക്ക് ഇത്രയും കിട്ടിയല്ലോ മോനെ, അല്ലെങ്കിൽ മോളെ ഇത്രയും കിട്ടിയല്ലോ എന്നാണ് പറയേണ്ടത്. അല്ലാതെ മറ്റുള്ളവർക്ക് ഇത്ര കിട്ടി, നിനക്കെന്താ കുറഞ്ഞത്, നീ നല്ലവണ്ണം പഠിച്ചില്ലേ, പിന്നെ എന്താ കുറഞ്ഞത്, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പരമാവധി ഒഴിവാക്കണം. ആ 65% മാർക്ക് കിട്ടിയ കുട്ടിയെ അഭിനന്ദിക്കുകയും അടുത്ത തവണ നിനക്ക് ഇതിലേക്ക് കൂടുതൽ വാങ്ങാൻ പറ്റുമെന്ന് പറഞ്ഞ് മനസ്സിലാക്കുകയുമാണ് വേണ്ടത്. ആഗ്രഹിക്കാറില്ലേ നമ്മുടെ കുട്ടികൾ എല്ലാം നമ്മളോട് ഷെയർ ചെയ്യണമെന്ന്? അവർ ചെയ്യും, തീർച്ചയായും ചെയ്യും. അതിനുവേണ്ടി ഓരോ പാരൻസും നിങ്ങളുടെ കുറച്ച് സമയം അവർക്ക് വേണ്ടി മാറ്റിവെക്കേണ്ടതാണ്. കുട്ടികൾക്ക് സ്വാതന്ത്ര്യം കൊടുത്ത് അത് പറയാനുള്ള ഒരവസരം നമ്മൾ തന്നെയാണ് ഉണ്ടാക്കി കൊടുക്കേണ്ടത്. അത് പെട്ടെന്നൊരു ദിവസം ഉണ്ടാക്കേണ്ട സാധനമല്ല. പതിയെ പതിയെ ചെറുപ്പം മുതൽ തന്നെ കുട്ടികൾക്ക് വേണ്ടി കുറച്ച് സമയം കണ്ടെത്തി അവരോട് സംസാരിച്ച് അതിനുള്ള സ്വാതന്ത്ര്യം കൊടുത്ത് നേടിയെടുക്കേണ്ട ഒന്നാണ്. ഓരോ രക്ഷിതാവിനും ബോധ്യമുണ്ടാവേണ്ട ഒന്നുണ്ട്: എപ്പോൾ പ്രോത്സാഹിപ്പിക്കണം, എപ്പോൾ നിരുത്സാഹപ്പെടുത്തണമെന്നത്. ഓരോ നല്ല കാര്യങ്ങളും പ്രോത്സാഹിക്കപ്പെടേണ്ടതാണ്. അഭിനന്ദനങ്ങൾ എന്തായാലും അർഹിക്കുന്നവരാണ് നമ്മുടെ കുട്ടികൾ. അതുപോലെ തന്നെ ചെയ്യുന്ന ഓരോ തെറ്റും നമ്മൾ നിരുത്സാഹപ്പെടുത്തേണ്ടതുമാണ്. ചെറുപ്പത്തിൽ ചെയ്യുന്ന തെറ്റുകളെ നമ്മൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാറുണ്ട്. ഇപ്പോൾ ഒരു കുട്ടി നമ്മളെ അടിക്കുകയാണെങ്കിൽ നമ്മളത് ചിരിച്ചുകൊണ്ട് തള്ളിക്കളയും. അതുപോലെ തന്നെ ആ കുട്ടി മുതിർന്നിട്ട് അതേപോലെ അടിക്കാൻ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളവരെ ശകാരിക്കും, തീർച്ചയായും ശകാരിക്കും അല്ലേ. ചെറുപ്പത്തിൽ തന്നെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, മുതിർന്നവരെ അടിക്കരുത്, അത് തെറ്റാണ്. അപ്പോൾ ആ ചെറിയ മനസ്സിൽ തന്നെ ഈ ഒരു കാര്യം ഉൾക്കൊള്ളാൻ പറ്റും അവർക്ക്. വലുതാകുമ്പോൾ ആ ഒരു തെറ്റിലേക്ക് ഒരിക്കലും പോവുകയില്ല. ഇതുപോലെ തന്നെ ഓരോ തെറ്റും നിരുത്സാഹപ്പെടുത്തേണ്ട സമയത്ത് നിരുത്സാഹപ്പെടുത്തിയിരിക്കണം. കുട്ടികളുടെ ഓരോ ചോദ്യത്തിനും ഉത്തരം പറഞ്ഞു കൊടുക്കേണ്ടതാണ്. ചെറുതാവട്ടെ വലുതാവട്ടെ, ഉത്തരം കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഞാനൊരു കാര്യം പറയാം. ഒരു കണ്ണിലൂടെ സ്നേഹിക്കുകയും മറ്റൊരു കണ്ണിലൂടെ നമ്മൾ അവരെ നിയന്ത്രിക്കുകയും വേണം. എന്നാൽ അത് അവർക്ക് തിരിച്ചറിയാനും പാടില്ല. രക്ഷിതാക്കൾ നിയന്ത്രിക്കുകയാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ അവർ ജീവിതത്തെ വെറുക്കാൻ ആരംഭിക്കും. ജീവിതത്തിൽ അവർ രക്ഷിതാക്കളെയും വെറുക്കും, അവരുടെ ചുറ്റുപാടുകളെയും വെറുക്കും.
അതുകൊണ്ട് തന്നെ ഒരു കണ്ണിലൂടെ സ്നേഹിക്കുമ്പോൾ മറ്റൊരു കണ്ണിലൂടെ നിയന്ത്രിക്കേണ്ടതുമാണ്. അതും കുട്ടികൾക്ക് മനസ്സിലാവാത്ത രീതിയിൽ സ്നേഹത്തോടെ ലാളനയോടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഓരോ കുട്ടിയും വളരട്ടെ നല്ലൊരു ചുറ്റുപാടിലൂടെ. താങ്ക് യു.